അറ്റ് ദി എൻഡ്, ഇൻ ദി എൻഡ്. ഇത് കേൾക്കുമ്പോൾ നല്ല സിമിലർ ആയിട്ട് തോന്നില്ലേ? പക്ഷേ ഇവർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അറ്റ് ദി എൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? ഒരു സംഭവത്തിൻ്റെ അവസാനം, ഒരു ഇവൻറ്റിൻ്റെ അവസാനം, അല്ലെങ്കിൽ ഒരു സിനിമയുടെ അവസാനം, അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ അവസാനം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഒരു എൻഡിൽ എന്ത് സംഭവിച്ചു എന്ന് പറയാനായിട്ടാണ്. ഫോർ എക്സാമ്പിൾ, അറ്റ് ദി എൻഡ് ഓഫ് ദ മൂവി ദ ഹീറോ ഡൈസ്, ഓർ അറ്റ് ദി എൻഡ് ഓഫ് ദ ദിവാലി സെലിബ്രേഷൻ വി എക്സ്ചേഞ്ച്ഡ് ഗിഫ്റ്റ്സ് എന്നൊക്കെ പറയാം. ഇനി ഇൻ ദി എൻഡ് ആണെങ്കിലോ, ഒരു കാര്യത്തിൻ്റെ ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ കൺക്ലൂഷൻ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഇൻ ദി എൻഡ് യൂസ് ചെയ്യുന്നത്. ഫൈനലി എന്നൊക്കെ പറയില്ലേ? ഫോർ എക്സാമ്പിൾ, ഇൻ ദി എൻഡ് ഹാർഡ് വർക്ക് പേസ് ഓഫ്, ഇൻ ദി എൻഡ് എവറിത്തിങ് വിൽ ബി ഓക്കെ. അതായത് ഇനിയൊന്നുമില്ല, ഇതിൻ്റെ ഒരു ഫൈനൽ ആയിട്ടുള്ളൊരു റിസൾട്ട്, കൺക്ലൂഷൻ ഒക്കെ പറയാനായിട്ടാണ് നമ്മൾ ഇൻ ദി എൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി മാറിപ്പോവില്ലല്ലോ. ഫോളോ CC English Hub for more tips.